ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. ഇതിൽ ചേർക്കുന്ന മസാലയൊക്കെ ഞാനൊന്ന് വറുത്തിട്ട് പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഉണക്കമുളക്, കുറച്ച് കൂടുതൽ അളവിൽ കറിവേപ്പില, 1 ടീസ്പൂണ് പൊടിക്കാത്ത മല്ലി, 1 ടീസ്പൂണ് കുരുമുളക് ഒന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂണാണ് കുരുമുളക് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, 1/2 ടീസ്പൂണ് പെരുംജീരകം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു രീതിക്കായിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് ചൂട് മാറിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചും കൂടി എടുക്കാം. ഇനി പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് അതേ കടായി തന്നെ ഒന്ന് ക്ലീനാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ അളവിൽ കടുകിട്ട് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളിയും ഒരു സവാള കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക. സവാളയൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ സവാളയുടെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു രീതിക്കായിട്ടുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ആ ഒരു പച്ചച്ചൊവയൊന്ന് മാറുന്നത് വരെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം ഒന്ന് മിക്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് എണ്ണ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി എണ്ണയൊന്ന് ചേർത്ത് കൊടുക്കണേ. കാരണം നമുക്കിത് നല്ലോണം ഫ്രൈ ആക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ എണ്ണയുടെ അളവ് കുറച്ച് കൂടുതലായിട്ട് വേണം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡിയായി കിട്ടും. ഇനി ഇതൊന്ന് 10 മിനിറ്റ് നമ്മളിത് ഈ രീതിയിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അടച്ച് വെക്കേണ്ട കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വെന്തവും. ഇതേപോലെ തുറന്ന് വെച്ചിട്ടൊന്ന് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.